നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഗർഭാശയ രോഗങ്ങൾക്ക് താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ സാധ്യതകളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് ചേർത്തല കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്ററിലെ ലാപ്രോസ്കോപ്പിക് ഗൈനക് സർജൻ ഡോക്ടർ നീന അനന്തനാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, എന്താണ് ഗൈനക് ലാപ്രോസ്കോപ്പിക് സർജറി? ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീ ഹോൾ സർജറി എന്ന് പറഞ്ഞാൽ കീ ഹോൾ, അപ്പോൾ ഒരു ചെറിയ മുറിവുകൾ, ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ചെറിയ മുറിവുണ്ടാക്കി വയറിൽ ചെയ്യുന്ന സർജറിയാണ് കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. ഇപ്പോൾ കൺവെൻഷനലി നമ്മൾ സാധാരണ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഒരു 10-15 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള മുറിവുണ്ടാക്കി വയറിനകത്ത് ഓപ്പറേഷൻ ചെയ്യുന്നൊരു പതിവായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഒരു 10-15-20 ഇയേഴ്സിൻ്റെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം അഡ്വാൻസ്മെൻറ്റ്സ് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ നടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ ഒട്ടുമിക്ക എല്ലാ ഗൈനിക് സർജറികളും നമുക്ക് കീൽ ഹോളിൽ കൂടെ ചെയ്യാവുന്നതാണ്. എല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. കീ ഹോൾ സർജറിയിൽ ചെയ്യുന്നത് ഒരു 1/2 അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള 3-4 ചെറിയ മുറിവുകൾ വയറിലുണ്ടാക്കി ആദ്യത്തെ മുറിവിൽ കൂടെ ഒരു ക്യാമറ അകത്തേക്ക് വിട്ടിട്ട് വയറിൻ്റെ അകത്തെ കാര്യങ്ങൾ കണ്ട് അതൊരു സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഡോക്ടർ ആ സ്ക്രീനിൽ നോക്കിയാണ് സർജറി ചെയ്യുന്നത്. അതുകൂടാതെ ചെറിയ 1/2 സെൻറ്റിമീറ്റർ മുറിവുകൾ ഒരു 2-3 മുറിവുകളുണ്ടാക്കി ചെറിയ നീളമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അകത്തേക്ക് കടത്തിവിട്ട് ആണ് സർജറി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. ഈ വലിയ മുറിവ് ഉണ്ടാക്കുന്നതിനെ അപേക്ഷിച്ച് വളരെയധികം ബെനിഫിറ്റ്സ് പേഷ്യൻസിനുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൂടുതൽ ഓൾമോസ്റ്റ് എല്ലാ ഗൈനിക് സർജറികളും കീ ഹോളിൽ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. ഡോക്ടർ, ഗർഭാശയ രോഗങ്ങൾക്ക് താക്കോൽദ്വാര ശസ്ത്രക്രിയയിലെ നൂതന സാധ്യതകൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ലാപ്രോസ്കോപ്പിക് സർജറി ഇപ്പോൾ ഒരു പുതിയൊരു സംഭവമായിട്ടല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഓപ്പണായിട്ട് ചെയ്യുന്ന സർജറികളാണ് തീരെ നടക്കാത്തത്. ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ സർജറികളും നമുക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഹിസ്റ്റക്ടമി, മയോമെക്ടമി, ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി, അല്ലെങ്കിൽ അണ്ഡാശയത്തിലുള്ള സിസ്റ്റുകൾ റിമൂവ് ചെയ്യുക, ഫൈബ്രോയിഡിൽ നിന്ന് മുഴകൾ റിമൂവ് ചെയ്യുക, ഇതെല്ലാം വളരെ കോമൺലി ഇപ്പോൾ കീ ഹോളിൽ കൂടെ തന്നെ ചെയ്യുന്നതാണ്. ഇത് കൂടാതെ ഇപ്പോൾ നൂതനം എന്ന് ചോദിക്കുകയാണ്, ഒരു പുതുമയായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൂടുതലും ഇപ്പോൾ പ്രഗ്നൻസിയിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്, ചിലപ്പോൾ പ്രഗ്നൻസിയിൽ അണ്ഡാശയ സംബന്ധമായിട്ടുള്ള സിസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലും നമുക്കിപ്പോൾ കീ ഹോളിൽ കൂടെ തന്നെ ചെയ്യാം. അതുകൂടാതെ ജനറലി നമ്മൾ പ്രൊലാപ്സ് സർജറീസ്, ഗർഭപാത്രം ഇടിഞ്ഞു വരുന്ന പ്രോബ്ലം ഉള്ളവർക്കോ അല്ലെങ്കിൽ യൂട്രസ് റിമൂവലിന് ശേഷം ബ്ലാഡറോ മലസഞ്ചിയോ എല്ലാം താഴോട്ടിടിഞ്ഞ് വരുന്നവർക്കോ കൺവെൻഷനലി നമ്മൾ ചെയ്യാറുള്ളത് വെജൈനൽ സർജറിയാണ്, താഴേക്കൂടെയുള്ള സർജറി. പക്ഷേ ഇപ്പോൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ അഡ്വാൻസസ് കാരണവും അത് കാരണമുള്ള ബെനിഫിറ്റ്സ് കാരണവും ഈ സർജറികൾ പോലും നമ്മൾ കീ ഹോൾ വഴി തന്നെയാണ് ചെയ്യുന്നത്. കൂടാതെ പ്രഗ്നൻസിയിൽ വേറെ യൂസസ് വരുന്നുണ്ട്. ഇപ്പോൾ റിക്കറൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലോസ് വരുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ നമ്മൾക്ക് യൂട്രസിൻ്റെ ഗർഭാശയ മുഖത്തിന് കട്ടിക്കുറവെല്ലാം വരുമ്പോൾ ചിലപ്പോൾ അതിൽ സ്റ്റിച്ച് ഇടേണ്ടി വരാറുണ്ട്. അതെല്ലാം സാധാരണ താഴേക്കൂടെ വെജൈനലിയാണ് ചെയ്യുന്ന സർജറി. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ചെയ്താലും പിന്നെയും വീണ്ടും പ്രഗ്നൻസി ലോസ് വരാം ഇവർക്ക്. അങ്ങനത്തെ സ്ത്രീകൾക്ക് ഇപ്പോൾ പുതിയ ടെക്നിക്ക് ലാപ്രോസ്കോപ്പി വഴിയുള്ള സർക്ലാജ് എന്ന് പറയുന്നത് ഒരു നൂതനമായ ടെക്നിക്കാണ്. അതിന് കുറച്ചുകൂടി സക്സസ് റേറ്റ് ഉണ്ട്. ഈ സർജറി ഈവൻ പ്രഗ്നൻസി സമയത്ത് പോലും ചെയ്യാറുണ്ട് ഇപ്പോൾ. അതുകൂടാതെ നൂതനമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്തു വരുന്ന, ഇപ്പോൾ വന്ധീകരണം ചെയ്ത ഒരു സ്ത്രീക്ക് ചിലപ്പോൾ പിന്നീട് ഇനിയും കുട്ടികളുണ്ടാവണമെന്ന് ഒരാഗ്രഹമുള്ളപ്പോൾ അവർക്ക് വേണമെങ്കിൽ തിരിച്ച് ഈ റിവേഴ്സൽ ഓഫ് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. അതിന് പറയുന്നത് റീകാനലൈസേഷൻ സർജറി എന്നാണ്. അതിപ്പോൾ വളരെ കൂടുതലായിട്ടും വളരെ എളുപ്പമായിട്ടും വളരെ സക്സസ് റേറ്റ് കൂടുതലായിട്ടും നമുക്ക് കീ ഹോളിൽ കൂടെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈവൻ ഇപ്പോൾ ക്യാൻസർ സർജറികൾ വരെ ഇപ്പോൾ പല സെൻറ്റേഴ്സിലും കീ ഹോൾ വഴി തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനെ കുറിച്ചൊരു ഡിവൈഡഡ് ഒപ്പീനിയനാണ്. പക്ഷേ കൂടുതൽ സെൻറ്റേഴ്സിലും ഇപ്പോൾ ക്യാൻസർ സർജറി മിനിമലി ഇൻവേസീവ് കീ ഹോൾ വഴി ചെയ്യാൻ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇതൊക്കെയാണ് ഇതിനുള്ള അഡ്വാൻസ്മെൻറ്റ്സ്. പിന്നെ
റോബോട്ടിക് എന്ന് പറയുന്ന റോബോട്ടിക് സർജറി ഒരു കീ ഹോൾ സർജറിയുടെ ഒരു അഡ്വാൻസ്മെൻ്റ് ആണ്. അതെല്ലാമാണ് ഇതിൽ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ റീസെൻറ്റ് അഡ്വാൻസ്മെൻറ്റ്സ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകർ ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് ഷൈമയാണ്. ഷൈമ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ സർജറി കഴിഞ്ഞിട്ട് 7 മാസമായേ. അപ്പൊ ഇപ്പൊ എനിക്ക് നടുവേദനയുണ്ട്. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവുമോ ഡോക്ടർ? അത് കീഹോള ചെയ്തത്, യൂട്രസ് റിമൂവ് ചെയ്ത്. എന്ത് സർജറിയാണ് കഴിഞ്ഞത്? ഇത് മുഴയുണ്ടായിരുന്നു. യൂട്രസ് റിമൂവലും കീഹോൾ വഴി. അതുമായിട്ട് സാധാരണ നടുവേദന ഇതുമായിട്ടൊരു ബന്ധപ്പെട്ടുണ്ടാവാൻ കീഹോൾ സർജറി കാരണം നടുവേദന സാധാരണ വരാറില്ല. പക്ഷെ ഏജ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് സാധ്യത ഇല്ല, സാധാരണ കാണാറില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്താൽ ചിലപ്പോൾ ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ ചിലവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കാൽഷ്യം, അത് കീഹോൾ സർജറിയുടെ പ്രോബ്ലം അല്ല, അത് ചിലപ്പോൾ കാൽഷ്യം ലെവൽസോ വൈറ്റമിൻ ഡി ലെവൽസോ ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് ചിലപ്പം നടുവേദന വരാം. അല്ലാതെ സർജറിയുടെ കോംപ്ലിക്കേഷനായിട്ട് സാധാരണ അങ്ങനെ വരാറില്ല. നിങ്ങൾ കുറച്ച് കാൽഷ്യം സപ്ലിമെന്റ്സോ റെഗുലറായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ എക്സസൈസോ എന്തെങ്കിലും ചെയ്തു നോക്കാം, അത് ബെറ്റർ ആവാറ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 7 മാസമായി. ജനുവരി 2-ാം തീയതി ചെയ്തത്. അതാ പറയാം, ഇത് കാരണമാവണമെന്നില്ല. നടുവേദനയ്ക്കുള്ള വേറെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഈ പറഞ്ഞ സപ്ലിമെന്റ്സ് എടുത്ത് നോക്കുക, എക്സസൈസ് ചെയ്ത് നോക്കുക, ഇതെല്ലാമാണ് ഇതിന് പരിഹാരം. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഏതെല്ലാം ഗർഭാശയ രോഗങ്ങൾക്കാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യാവുന്നത്? അതുപോലെ രോഗാവസ്ഥയ്ക്ക് പുറമെ മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്ക് ലാപ്രോസ്കോപ്പി ചെയ്തു വരുന്നുണ്ട്? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഗൈനക് സർജറി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സർജറിയും കീഹോളിൽ കൂടെ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു സിസേറിനൊഴികെ എല്ലാ സർജറിയും ഒരു ഗൈനക്കോളജിസ്റ്റ് കീഹോളിൽ കൂടെ തന്നെ ചെയ്യാമെന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ. കോമൺലി ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യാറ് ഹിസ്റ്ററക്ടമി എന്ന് പറയും, യൂട്രസ് റിമൂവൽ സർജറി. ഇപ്പോൾ ഗർഭാശയത്തിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ അമിത രക്തസ്രാവം ഉണ്ടായി അത് മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ നമുക്ക് ചിലപ്പം ഹിസ്റ്ററക്ടമി, യൂട്രസ് റിമൂവൽ സർജറി ചെയ്യേണ്ടി വരാം. അതിപ്പോൾ എത്ര വലിയ യൂട്രസ് ആയാലും ഇപ്പോൾ നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ നമുക്ക് നൂതനമായ ഇൻസ്ട്രുമെൻറ്റ്സ്, മോർസലേറ്റർ എന്ന് പറയുന്ന അങ്ങനത്തെ പല ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എത്ര വലുപ്പമുള്ള യൂട്രസുകളും കീഹോളിൽ കൂടെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ചില സ്ത്രീകൾക്ക് മുഴയുണ്ടെങ്കിലും വളരെ യങ് ആയവർക്കോ അല്ലെങ്കിൽ കുട്ടികൾ ഫാമിലി കംപ്ലീറ്റ് അല്ലാത്തവർക്കോ അല്ലെങ്കിൽ സ്വയം ഒരു പേഷ്യൻ്റ് ചോയ്സാണ്, നമുക്ക് യൂട്രസ് റിമൂവൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നവർക്കോ മുഴ മാത്രമായിട്ട് റിമൂവ് ചെയ്യാം. അതിനെയാണ് മയോമെക്ടമി എന്ന് പറയുന്നത്. ഇതിലും എത്ര വലിയ മുഴയായാലും നമുക്ക് ഇപ്പോൾ ലാപ്രോസ്കോപ്പ് വഴി റിമൂവ് ചെയ്യാം. ഇത് കൂടാതെ കോമൺലി ചെയ്യുന്നത് അണ്ഡാശയത്തിലെ സിസ്റ്റുകൾ ഒക്കെ വളരെ എളുപ്പമായിട്ട് കീഹോളിൽ കൂടെ തന്നെ റിമൂവ് ചെയ്യാം. പിന്നെ ഇപ്പോൾ പ്രഗ്നൻസിയിൽ ചില കോംപ്ലിക്കേഷൻസ്, എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും, ട്യൂബൽ പ്രഗ്നൻസി, അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ വന്നാൽ നമുക്ക് തുറന്നു ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു സർജറിയാണ് ഈ എക്ടോപിക് പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് ചെയ്യാം. അതുകൂടാതെ ഇപ്പോൾ പിന്നെ ചെയ്യാവുന്നത് ഇപ്പോൾ വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വന്ധ്യതയുടെ കാരണം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വന്ധ്യതയുടെ കാരണമായി വരുന്ന സിസ്റ്റുകളോ ഒട്ടിപ്പിടുത്തങ്ങളോ അങ്ങനെ എന്തെങ്കിലും മാറ്റം ചെയ്യാനോ ചികിത്സ ചെയ്യാനോ കീഹോൾ സർജറി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കീഹോൾ സർജറിയുടെ ഒരു വകഭേദമാണ് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ വയറിനകത്തേക്ക് ക്യാമറ ഇടുന്നതിന് പകരം യൂട്രസിനകത്തേക്ക് ഒരു ക്യാമറ ഇട്ട് യൂട്രസിനകം നല്ലപോലെ കാണാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ ഒരു അബ്നോർമലായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ സ്കാനിൽ അബ്നോർമലായിട്ടുള്ള യൂട്രസിനകത്ത് എന്തെങ്കിലും തിക്കണിങ്ങോ ഉണ്ടെങ്കിൽ അത് നേരിട്ട് കണ്ട്. ഡോക്ടർ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാനാകും? അതുപോലെ ആർക്കൊക്കെ ഇത് സാധ്യമാകും? ലാപ്രോസ്കോപ്പിക് സർജറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ലാപ്രോസ്കോപ്പിക് സർജറിയിൽ കൂടെ തന്നെയാണ് ചെയ്യുന്നത്.
ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഹിസ്റ്ററക്ടമി എന്ന് പറയും, യൂട്രസ് റിമൂവൽ സർജറി. ഇപ്പോൾ യൂട്രസിൽ മുഴകളോ അല്ലെങ്കിൽ അമിത രക്തസ്രാവം കാരണം അമിത രക്തസ്രാവത്തിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ഫെയിൽ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി ചെയ്യാം. അത് എത്ര വലുപ്പമുള്ള യൂട്രസ് ആയാലും നമുക്കിപ്പോൾ കീഹോൾ വഴി തന്നെ എടുക്കാവുന്നതാണ്. അതുകൂടാതെ യൂട്രസിൽ മുഴകളുള്ളവർ, ചിലപ്പോൾ വളരെ യങ് ആയിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്തവർ, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ചോയ്സ്, നമുക്ക് അവർക്ക് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യേണ്ട എന്ന് ഉള്ളവർക്ക്, യൂട്രസ് റിമൂവ് ചെയ്യേണ്ട എന്നുള്ളവർക്ക് ഫൈബ്രോയിഡ് മാത്രം, മുഴ മാത്രം നീക്കം ചെയ്യാം. അത് എത്ര വലുപ്പമുള്ള മുഴയായാലും നമുക്ക് യൂട്രസിൽ കീഹോളിൽ കൂടെ തന്നെ റിമൂവ് ചെയ്യാം. അതുകൂടാതെ അണ്ഡാശയത്തിൽ ഉണ്ടാകുന്ന സിസ്റ്റുകൾ, മറ്റ് അസുഖങ്ങളെല്ലാം കീഹോളിൽ കൂടെ റിമൂവ് ചെയ്യാം. പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷനായിട്ട് വരുന്ന ഒരു എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി, ഇതിൻ്റെ റിമൂവലും വളരെ എളുപ്പമായി തന്നെ കീഹോളിൽ കൂടെ ചെയ്യാം. പിന്നെ സ്റ്റെറിലൈസേഷൻ, പ്രസവം നിർത്തുന്ന സർജറി, അത് ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഓപ്പറേഷനാണ്. അത് വളരെ എളുപ്പത്തിൽ കീഹോളിൽ കൂടെ തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസവം നിർത്തൽ കൂടാതെ റിവേഴ്സൽ, ഇതിൻ്റെ റിവേഴ്സൽ റീകാനലൈസേഷൻ എന്ന് പറയും, അത് കീഹോളിൽ കൂടെ ചെയ്യാറുണ്ട്. ഇത് കൂടാതെ വന്ധ്യതയുടെ ചികിത്സ അല്ലെങ്കിൽ വന്ധ്യതയുടെ കാരണം കണ്ടുപിടിക്കുന്ന ഒരു സർജറി എന്ന രീതിയിൽ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്യാറുണ്ട്. ഇപ്പോൾ വന്ധ്യതയുടെ കാരണമായി വരുന്ന സിസ്റ്റുകളോ ഒട്ടിപ്പിടുത്തങ്ങളോ ട്യൂബിലെ പ്രോബ്ലംസോ എല്ലാം ക്ലിയർ ചെയ്യാൻ കീഹോൾ യൂസ് ചെയ്യാം. അതുകൂടാതെ ഇത് എല്ലാം കൂടാതെ ഒരു ഹിസ്റ്ററോസ്കോപ്പി എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയുടെ ഒരു വകഭേദമാണ്. അതിൽ യൂട്രസിനകത്തേക്ക് നമ്മളൊരു ക്യാമറ കടത്തിവിട്ട് യൂട്രസിനകം ഭാഗം കാണുകയും അതിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കണ്ടുപിടിക്കുകയും അത് ട്രീറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു അബ്നോർമൽ ആയിട്ടുള്ള എക്സസീവ് ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീക്ക് ഒരു യൂട്രസിനകത്ത് എന്തെങ്കിലും തിക്കണിങ്ങോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്കതിലേക്ക് ഹിസ്റ്ററോസ്കോപ്പ് ഇട്ട് അതിൽ നിന്നും ബയോപ്സി എടുത്താൽ ക്യാൻസർ പോലുള്ള കാരണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം. അതുകൂടാതെ ചെറിയ ദശകളോ മുഴകളോ യൂട്രസിനകത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. ഇപ്പോൾ റിക്കറൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലോസ് ഉള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാരണം യൂട്രസിനകത്ത് കണ്ടുപിടിക്കാം. യൂട്രസിൽ ഭിത്തി, 2 അറകളായിട്ടുള്ള യൂട്രസുകൾ ഉണ്ടാവും ചിലവർക്ക്. അത് ക്ലിയർ ചെയ്യാൻ സെപ്റ്റൽ റിസെക്ഷൻ എന്ന് പറയും, അത് ഹിസ്റ്ററോസ്കോപ്പിക് സെപ്റ്റൽ റിസെക്ഷൻ ഇപ്പോൾ വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നൊരു സർജറിയാണ്. ഇതെല്ലാമാണ് കോമൺലി നമ്മൾ ചെയ്യാറ്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പ്രഗ്നൻസിയിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, ചിലപ്പോൾ സിസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസിന് വേണ്ടി യൂട്രസ് ഗർഭാധാര മുഖത്തിനെ സെക്യൂർ ആക്കാനുള്ള സ്റ്റിച്ച് ഇടുക, സർക്ലാജ് എന്ന് പറയും, അതെല്ലാം ഇപ്പോൾ കീഹോളിൽ കൂടെ ചെയ്യാം. ജനറലി ഇതാണ് കോമൺലി ചെയ്യുന്നത്. അതുകൂടാതെ ഇപ്പോൾ ക്യാൻസർ സർജറീസും എല്ലാം ഇപ്പോൾ കീഹോളിൽ കൂടെ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ പ്രൊലാപ്സ് സർജറീസ്, ഇപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഇടിവ് അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് യൂട്രസ് താഴോട്ട് ഇറങ്ങി വരുമ്പോഴൊക്കെ നമ്മൾ കീഹോൾ വഴി അത് ഫിക്സ് ചെയ്ത് മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സക്സസ് റേറ്റ് ഉണ്ട്. ഡോക്ടർ, ഗൈനക് ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഇപ്പോൾ തുറന്നു ചെയ്യുന്ന സർജറിയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ബെനിഫിറ്റ്സ് ലാപ്രോസ്കോപ്പിക് സർജറിക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞ പോലെ മുറിവ് തീരെ ചെറുതാണല്ലോ. നമ്മൾ 1 സെൻറ്റിമീറ്ററോ 1/2 സെൻറ്റിമീറ്ററോ വീതമുള്ള മുറിവാണ് വയറിലുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് സർജറി കഴിഞ്ഞിട്ടുള്ള വേദന വളരെ കുറവാണ്. അപ്പോൾ നമ്മളൊരു സർജറി ഒരു ആളോട് പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു പേടി വേദനയാണ്. അപ്പോൾ അതാണ് നമ്പർ 1 ബെനിഫിറ്റ് കീഹോൾ സർജറിയുടെ. ഇപ്പോൾ നമ്മൾ എത്ര വലിയ ഓപ്പറേഷൻ വയറിനകത്ത് ചെയ്താലും വയറിനകത്തുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം പെയിൻ ഇൻസെൻസിറ്റീവാണ്, പെയിൻ സെൻസിറ്റീവ് അല്ല. നമ്മൾ വയറിലോ അബ്ഡമിനൽ വാളിലോ ഉണ്ടാക്കുന്ന ചെറിയ മുറിവുകളാണ് പെയിൻ ഉണ്ടാക്കുന്നത്. ഈ മുറിവ് ചെറുതായതുകൊണ്ട് തന്നെ വേദന ഒട്ടും തന്നെ ഇല്ല. നമ്മൾ മിക്കപ്പോഴും ഒരു ഹിസ്റ്ററക്ടമി, ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമിയൊക്കെ കഴിഞ്ഞ് പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആകെ പെയിന് കൊടുക്കുന്നത് ഒരു പാരസെറ്റമോളാണ്. അതും ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുക എന്നുള്ള രീതിയിൽ. അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. സെക്കൻഡ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി വളരെ ഫാസ്റ്റാണ്. പേഷ്യൻ്റ് ഒരു ദിവസം രാവിലെയാണ് സർജറിക്ക് വരുന്നത്. അന്ന് സർജറി കഴിഞ്ഞാൽ മിക്കപ്പോഴും അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റുന്നു. സർജറി കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ നമ്മൾ പേഷ്യന്റിനെ നടക്കാൻ. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് രാജീവാണ്. രാജീവ്, ഡോക്ടറോട് ചോദിച്ചോളൂ. രാജീവ് ചോദിച്ചോളൂ. ഹലോ, പറയൂ രാജീവ്.
കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഡോക്ടറെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ രാജീവ്, കേൾക്കാം. എന്റെ വൈഫിന് 2022 ഒക്ടോബർ മാസത്തിൽ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്രസ് റിമൂവ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഓവറി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വൈഫിന് ഇപ്പം യൂറിനറി ഇൻഫെക്ഷൻ ഒരു ഭയങ്കരമായ വിഷയം. ഒരു ദിവസം പോലും പറ്റുന്നില്ല. ആ ഒരു കണ്ടീഷനിൽ പോവുകയാണ്. അതിന് എന്താണ് ഒരു മാർഗം എന്നൊന്ന് പറയാം. ഈ ഓപ്പറേഷൻ ചെയ്തത് എന്തിനാണ്? യൂട്രസ് റിമൂവ് യൂട്രസ് റിമൂവൽ ചെയ്യാനുള്ള കാരണം എന്താണ്? അമിതമായ ബ്ലീഡിംഗ് ഉണ്ടായത് കൊണ്ടാണ് അത് ചെയ്തത്. ചെയ്തത്. ഇപ്പോ വൈഫിന് ഇപ്പൊ എത്ര പ്രായമുണ്ട്? 48. വൈഫിന്റെ ഏജ് എന്താണ്? 48. അപ്പോൾ ഇത് യൂറിനറി ഇൻഫെക്ഷൻ, റിക്കറന്റ് യൂറിനറി ഇൻഫെക്ഷന് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഓവറീസ് റിമൂവ് ചെയ്യുമ്പോൾ ഈ ഹോർമോണൽ വേരിയേഷൻസ് ചിലപ്പോൾ വരാം. ഒരു മെനോപോസ് എന്ന് പറയുമ്പോൾ ആർത്തവവിരാമം, സർജിക്കൽ മെനോപോസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവിടെ ഈ പേശികൾ ടിഷ്യൂസിൻ്റെയൊക്കെ സ്ട്രക്ചർ ഘടനയിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിക്കറൻ്റായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരാം. അത് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അതിനെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ട്രീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. റിക്കറൻ്റായിട്ട് വരാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിൽ ഹോർമോൺസ്, ലോക്കൽ ഹോർമോൺസ് ഒക്കെ കൊടുത്താൽ ചിലപ്പോൾ വ്യത്യാസമുണ്ടാവാം. ആദ്യമായി ചെയ്യേണ്ടത് ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. ഇപ്പോൾ സർജറി കൊണ്ട് മാത്രമാവണമെന്നില്ല, വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത്, ഇപ്പോൾ ചെറിയ രീതിയിൽ മൂത്രസഞ്ചിക്ക് ഇടിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും വരാം. പല കാരണങ്ങളുണ്ടാവും. അത് കണ്ടുപിടിച്ച് അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ ഡോക്ടർ, താക്കോൽദ്വാര ശസ്ത്രക്രിയക്കുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കരുതലുകൾ എടുക്കേണ്ടതുണ്ട്? ഈ കീഹോൾ സർജറിക്ക് ഈ മുന്നൊരുക്കങ്ങളും പിന്നൊരുക്കങ്ങളും വളരെ കുറവാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് സർജറിക്ക് വേണ്ടി വരുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ആ സർജറി ആ പേഷ്യൻ്റ് ആവശ്യമുണ്ടോ എന്നുള്ള തീരുമാനമാണ് ഒരു ഡോക്ടർ മുന്നൊരുക്കമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ വേറെ സർജറികളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് ഈ സർജറി റിയലി ആവശ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പേഷ്യൻ്റോട് ഡിസ്കസ് ചെയ്ത് അതിനുശേഷം വേറെ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ അനസ്തീഷ്യ റിസ്കുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അനസ്തീഷ്യ ചെക്കപ്പിന് വേണ്ടി വിടുന്നു. എന്നിട്ടാണ് പേഷ്യൻ്റ് ഒരു ഡേറ്റ് കൊടുക്കുന്നത്. സർജറി വൺസ് ഡിസൈഡ് ചെയ്താൽ പേഷ്യൻറ്റിനോട് അഡ്മിഷൻ പറയുന്നത് അന്നേ ദിവസം രാവിലെയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. തലേ ദിവസം കഴിക്കാൻ കുറച്ച് മരുന്നുകൾ ചിലപ്പോൾ കൊടുത്തു വിടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആങ്സൈറ്റി ഉള്ള ആൾക്കാർക്ക് നല്ലപോലെ ഉറങ്ങാനോ അല്ലെങ്കിൽ ശോധന നല്ലപോലെ ഉണ്ടാകാനുള്ള 1-2 ടാബ്ലറ്റ്സ് ചിലപ്പോൾ തലേ ദിവസം കഴിക്കേണ്ടതായിട്ടുണ്ടാവും. പിന്നെ അന്ന് രാവിലെ അഡ്മിഷൻ വരുന്ന രോഗിക്ക് യൂഷ്വലി സർജറി കഴിഞ്ഞാൽ അന്ന് തന്നെ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ. ചില സർജറികൾക്ക് 2-3 ദിവസം അഡ്മിഷൻ വരാറുണ്ട്. അപ്പോൾ 24 hours സ്റ്റേ. ഇതാണ് മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെ ഉള്ളൂ മുന്നൊരുക്കം എന്ന് പറയാൻ. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ആറ്റിങ്ങലിൽ നിന്ന് രേഖയാണ്. രേഖ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ ചോദിച്ചോളൂ. മാഡം, എനിക്ക് ഇതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 8 മാസമായി. യൂട്രസ് റിമൂവ്. ഹലോ, പറയൂ. പറഞ്ഞോളൂ. മുഴയായിരുന്നു, പക്ഷെ ഇപ്പൊ അതിന് ശേഷം ഭയങ്കരമായിട്ട് നടുവേദന. അത് കഴിഞ്ഞിട്ട് 8 മാസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് 2 മാസം കഴിഞ്ഞപ്പോൾ മുതൽ നടുവേദന. ഹലോ, ഞാൻ നേരത്തെ വിളിച്ച പ്രേക്ഷകനോട് പറഞ്ഞ പോലെ നടുവേദനയുടെ ഓപ്പറേഷൻ്റെ ഒരു ഡയറക്റ്റ്
കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നും നടുവേദന വരാറില്ല. പക്ഷേ നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടോ പ്രായസംബന്ധമായിട്ടോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ കുറവോ എല്ലാം കൊണ്ട് ചിലപ്പോൾ വേദന വരാം. കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സോ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സോ എടുത്ത് നോക്കുക. പിന്നെ റെഗുലറായിട്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക. വയറിൻ്റെയും ബാക്കിൻ്റെയും മസിൽസ് സ്ട്രോങ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്താൽ ഇത് മാറാവുന്നതാണ്. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ വേറെ ഓർത്തോപെഡീഷ്യനെ ആരെങ്കിലും കാണിച്ച് അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഗൈനക് ലാപ്രോസ്കോപ്പിക് സർജറി രീതി എന്തൊക്കെയാണ്, അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്? പ്രൊസീജിയർ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നമ്മൾ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ചെറിയ മുറിവുകളാണ് വയറിലുണ്ടാക്കുന്നത്. ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന ഒരു 1 സെൻറ്റിമീറ്റർ ഉള്ള ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൂടെ നീളമുള്ളൊരു ക്യാമറ അകത്തേക്ക് കടത്തിവിടും. ആ ക്യാമറയുടെ ഇമേജ് നമുക്ക് പുറമേ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. ആ സ്ക്രീനിൽ നോക്കി നമുക്ക് സർജറി ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഇമേജ് അകത്ത് കാണുന്ന നോർമലി കാണുന്നതിനേക്കാട്ടിലും വളരെയധികം ടൈംസ് മാഗ്നിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് സർജനെ കാണാൻ പറ്റും. സർജറി എത്ര കോംപ്ലെക്സ് സർജറി ആയാലും കുറച്ചുകൂടി എളുപ്പത്തിന് ചെയ്യാം. എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള എന്തെങ്കിലും മുറിവുകളോ ക്ഷതങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെറിയ ബ്ലീഡിങ് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറവാണ് ഈ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് കാരണം. ഇത് കണ്ടുകൊണ്ട് തീരെ ചെറിയ ഒരു 1/2 സെൻറ്റിമീറ്റർ വീതമുള്ള 2-3 വേറെ മുറിവുകളുണ്ടാക്കി വളരെ നീളത്തിലുള്ള സ്ലെൻഡർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അകത്തേക്ക് കടത്തിവിട്ട് നമ്മൾ ഓപ്പൺ സർജറിയിൽ ചെയ്യുന്ന പോലെ തന്നെ അകത്ത് ചെയ്യുന്ന ഓപ്പറേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പോൾ യൂട്രസോ അല്ലെങ്കിൽ ഈ എടുക്കുന്ന സ്ട്രക്ചർ യൂട്രസോ മുഴയോ സർജറിക്ക് ശേഷം പുറത്ത് എടുക്കുന്നത്. സമയക്കുറവ് മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. ഗർഭാശയ രോഗങ്ങൾക്ക് താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ സാധ്യതകളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് ചേർത്തല കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്ററിലെ ലാപ്രോസ്കോപ്പിക് ഗൈനക് സർജൻ ഡോക്ടർ നീന ആനന്ദനാണ്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമസ്കാരം.